വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വറൽ. HTML-ന്റെ മൾട്ടിമീഡിയ ടാഗ്സ് നമ്മൾ കുറച്ച് കണ്ടതാണല്ലോ. അതായത് ഒരു ഇമേജ് ഒരു വെബ് പേജിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക? IMG എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ച്, അതൊരു മൾട്ടിമീഡിയ ആണല്ലോ. അതേപോലെ ഇനി വീഡിയോ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വീഡിയോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം? സോഴ്സ് കൊടുക്കാൻ പറ്റും. വീഡിയോ ടാഗിലുള്ള മറ്റ് ഓപ്ഷൻസ് ആണ് വിഡ്ത്ത്, അതായത് ആ ഒരു കണ്ടെയ്നർ, വീഡിയോ പ്ലേസ് ചെയ്യുന്ന കണ്ടെയ്നറിന് എത്ര വിഡ്ത്ത് വേണം, എത്ര ഹൈറ്റ് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിക്സൽ വാല്യൂ ജസ്റ്റ് കൊടുത്താൽ മതി, PX കൊടുക്കണ്ട. പിന്നെ അതേപോലെ അതിന്റെ കൂടെ കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സോഴ്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇട്ടിട്ട് സോഴ്സിൽ SRC കൊടുത്തിട്ട് എന്താണ് നിങ്ങൾ ആ ഫയലിന്റെ പാത്ത്, ഒരു വെബ്സൈറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ ലോക്കലിലുള്ള വീഡിയോ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് ടൈപ്പ് എന്ന് പറയുന്നിടത്ത് വീഡിയോ ഓർ MP4, അതിന്റെ മൈം ടൈപ്പ്, ആ വീഡിയോന്റെ മൈം ടൈപ്പ് കൊടുക്കാം. അത് MP4ന്റെ മൈം ടൈപ്പ് വീഡിയോ ഓർ MP4 ആണ്, അത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സോഴ്സ് ടാഗ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു വീഡിയോ ടാഗിൻ്റെ ഉള്ള ഒരു കണ്ടന്റ് പ്ലേസ് ചെയ്യാം. അതായത് എങ്ങാനും ഈ വീഡിയോ ടാഗ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂസേഴ്സിന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്രൗസർ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് കൊടുക്കാം. യുവർ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് വീഡിയോ ടാഗ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ബ്രൗസർ ഈ വീഡിയോ ടാഗ് സപ്പോർട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റോ സപ്പോർട്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും വിസിബിൾ ആവുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ബ്രൗസറിൽ എന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തുണ്ട്, നമ്മൾ ആ കൊടുത്ത വിത്തിലും വീതിയിലൊക്കെ നമുക്ക് ആ വീഡിയോ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം ഞാൻ കൺട്രോൾസ് ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കൺട്രോൾസ് റിമൂവ് ചെയ്തപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാനോ മറ്റുള്ള ആ ഒരു ഓപ്ഷൻസ് ഇല്ല, കൺട്രോൾ കാണാൻ പറ്റുന്നില്ല. അപ്പൊ കൺട്രോൾസ് നമുക്ക് നിർബന്ധമായിട്ട് വേണം. കൺട്രോൾസ് തന്നെ ബാക്കിൽ തിരിച്ചിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓഡിയോ ആണ് നിങ്ങൾക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ ഓഡിയോ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കാം. സെയിം രീതിയിൽ തന്നെ ഓഡിയോ എന്ന് പറയുന്ന ടാഗ് കൺട്രോൾസ് ഉണ്ടാവും, സോഴ്സ് ഉണ്ടാവും. സോഴ്സിന് ടൈപ്പ് ഓഡിയോ ഓർ OGG, ഓഡിയോ ഓർ MPEG എന്ന് പറഞ്ഞ രണ്ട് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് OGG ഫോർമാറ്റുള്ള, ഒന്ന് MP3 ഫോർമാറ്റുള്ള. MP3 ഫോർമാറ്റുള്ളതിന്റെ ടൈപ്പ് ഓഡിയോ ഓർ MPEG ആണ്. അപ്പൊ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ആ രണ്ടെണ്ണം കൊടുത്തതെന്ന് വെച്ചാൽ ചില ബ്രൗസേഴ്സിന് OGG സപ്പോർട്ട് ചെയ്യില്ല. OGG സപ്പോർട്ട് ചെയ്യാത്ത അവസരത്തിൽ MP3 എടുക്കും. അങ്ങനെ മൾട്ടിപ്പിൾ സോഴ്സസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കണ്ടു. ഇനി ഇതേപോലെ തന്നെയുള്ള മറ്റ് ഓപ്ഷൻസ് ആണ്, ഇനി വേറെ ആട്രിബ്യൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് വീഡിയോ ടാഗിനും ഓഡിയോ ടാഗിനും ഉപയോഗിക്കാൻ. അതിലുള്ള മറ്റൊരു ടാഗാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അതായത് എന്ത് പോസ്റ്റർ ആണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ MP3 ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത്, അതായത് പ്ലേ ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് യൂസേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു തംബ്നെയിൽ ഇമേജ് കൊടുക്കുന്നതിനാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ പോസ്റ്റേഴ്സ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീഡിയോക്ക് ഞാൻ പോസ്റ്റർ ആഡ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു അതിന്റെ വീഡിയോന്റെ ഓട്ടോ ജനറേറ്റഡ് തംബ്നെയിലിന് പകരം നമ്മൾ കൊടുത്ത ആ ഒരു ഫോട്ടോയാണ് അതിനെ പോസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഓഡിയോക്ക് നമുക്ക് ആ സെയിം പോസ്റ്റർ തന്നെ കൊടുക്കാം. പോസ്റ്റർ ഈക്വൽ ടു ഒരു ഇമേജിന്റെ പാത്ത്, ഒരു ഇമേജ്, അതിന്റെ ഫയൽ നെയിം അല്ലെങ്കിൽ ഇമേജിന്റെ URL ആണ് നമ്മൾ പോസ്റ്ററിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, MP3ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് വീഡിയോസിന് മാത്രമേ ഇത് സപ്പോർട്ടഡ് ആയിട്ടുള്ളൂ. അതേപോലെ വീഡിയോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റ് ടാഗ്സ് ആണ് ഓട്ടോ പ്ലേ അല്ലെങ്കിൽ ലൂപ്പ്, മ്യൂട്ടഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ട് എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ മ്യൂട്ടഡ് എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് എന്താണ്, ബൈ ഡീഫോൾട്ട് മ്യൂട്ട് ആയിട്ടാണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓട്ടോ പ്ലേ എന്ന് കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലൂപ്പ് എന്ന് പറഞ്ഞു കൊടുത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടാഗ്സ് വിഡ്ത്ത്, ഹൈറ്റ്, കൺട്രോൾസ്, ഓട്ടോ പ്ലേ, ലൂപ്പ്, മ്യൂട്ടഡ്, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പോസ്റ്ററും കൊടുക്കാൻ പറ്റും.